തലശ്ശേരി അതിരൂപതയുടെ നിർദ്ദേശം തള്ളി വിവാദ സിനിമ ദ കേരള സ്റ്റോറി KCYM പ്രദർശിപ്പിച്ചു. കണ്ണൂർ ചെമ്പൻതൊട്ടിയിലാണ് ഇന്നലെ രാത്രി പ്രദർശനം നടന്നത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. സജോ, ഈ ചിത്രത്തിൻ്റെ പ്രദർശനം വിവാദമുണ്ടാക്കുന്നു. എന്നാൽ ഈ ചിത്രം അത്ര കൂടുതൽ ജനകീയ ശ്രദ്ധയൊന്നും നേടുന്നില്ല എന്നത് മറ്റൊരു കാര്യം. എന്നാലും ഈ ചിത്രത്തെക്കുറിച്ച് വിവാദങ്ങൾ വരുന്നു. പറയൂ വിവരങ്ങൾ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. വിവാദ ചിത്രം കേരള സ്റ്റോറി ഇടുക്കി രൂപത വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി പ്രദർശിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ ഇതിനെ ചൊല്ലി വലിയ വിവാദങ്ങളും ചർച്ചകളുമൊക്കെ കൊഴുക്കുന്നു. അതിനിടെ താമരശ്ശേരി രൂപത ചിത്രം പ്രദർശിപ്പിക്കുമെന്ന നിലപാട് വ്യക്തമാക്കി. പിന്നാലെ തലശ്ശേരി അതിരൂപതയിലെ KCYMന്റെ രൂപതാ സമിതി കേരള സ്റ്റോറി ചിത്രം വ്യാപകമായി പ്രദർശിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പിന്നാലെ രൂപതാ നേതൃത്വം ഇടപെട്ട് സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പള്ളികളിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ഔദ്യോഗിക തീരുമാനമോ നിർദ്ദേശമോ ഇല്ല. KCYMന്റെ തീരുമാനം രൂപതയുടേതല്ല എന്നും രൂപതാ നേതൃത്വം ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിനുശേഷവും KCYM രൂപതാ സമിതി, KCYMന്റെ സംഘാടകർ ഈ ചിത്രം പ്രദർശിപ്പിച്ചു എന്നതാണ് ശ്രദ്ധേയം. കണ്ണൂർ ജില്ലയിലെ ചെമ്പൻതൊട്ടിയും ചെറുപുഷ്പം സ്കൂളിൽ പ്രദർശിപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനം. അവിടെ ചില എതിർപ്പുകളുണ്ടായി. അതിന് പിന്നാലെ ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് പള്ളിയുടെ പാരീഷ് ഹാളിൽ ഇന്നലെ രാത്രി 8 മണിക്ക് ഈ ചിത്രം പ്രദർശിപ്പിച്ചു. മറ്റിടങ്ങളിലേക്ക് പക്ഷേ ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് രൂപതാ നേതൃത്വം അനുമതി കൊടുത്തില്ല. ആ അനുമതി ഇല്ലാതിരുന്നിട്ട് കൂടി അത് വിലക്ക് മറികടന്നുകൊണ്ട് KCYM ഈ ചിത്രം പ്രദർശിപ്പിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഇതിൽ വലിയ വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പെരുന്നാൾ സന്ദേശത്തിൽ വിവിധ മുസ്ലിം മതപണ്ഡിതന്മാരൊക്കെ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. കേരള സ്റ്റോറി ചിത്രം വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണ്. അങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്നതിനുള്ള ഉപകരണമായി ചിത്രം പ്രചരിപ്പിക്കുന്നവർ മാറുന്നു. കേരളത്തിന്റെ മതേതരത്വം ഏതെങ്കിലും ഒരു ചിത്രം പ്രദർശിപ്പിച്ചാൽ തകരില്ല എന്ന നിലയ്ക്ക് പാളയം ഇമാം BP സുഹൈൽ മൗലവിയും KNM അധ്യക്ഷൻ ഹുസൈൻ മടവൂരും ഒക്കെ വിമർശനം ഉന്നയിച്ചു. വിവിധ രാഷ്ട്രീയ സംഘടനകളും ഒരു പ്രൊപ്പഗാൻഡ ചിത്രമാണ്, ആളുകൾക്കിടയിൽ വിദ്വേഷവും വെറുപ്പും ഒക്കെ പ്രചരിപ്പിക്കാനുള്ള ഒന്നായി മാറുന്നു. ലവ് ജിഹാദ് എന്നതൊക്കെ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയോ കോടതിയോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ സമൂഹത്തിൽ വിദ്വേഷവും ഭിന്നിപ്പും ഉണ്ടാക്കും ചിത്രത്തിന്റെ പ്രദർശനം. അതൊരു പ്രൊപ്പഗാൻഡ സിനിമ ഇങ്ങനെ ഔദ്യോഗികമായി സഭാ സംവിധാനങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നു. അതുപോലെ രൂപത നേരത്തെ വ്യക്തമാക്കിയത് ചിത്രം എടുത്തവരുടെ രാഷ്ട്രീയത്തിനൊപ്പം തങ്ങൾ നിൽക്കാനില്ല. അങ്ങനെ തിരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കാനില്ല. സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ, രൂപതയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ചിത്രം പ്രചരിപ്പിക്കില്ല എന്നും തലശ്ശേരി അതിരൂപത നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. വ്യത്യസ്ത നിലപാടാണ് ഇടുക്കി രൂപതയ്ക്കും താമരശ്ശേരി രൂപതയ്ക്കും ഉള്ളതെങ്കിൽ പോലും. പക്ഷേ എന്നിട്ടും KCYM ഈ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ. രാധാകൃഷ്ണൻ കാരാട്ടുപറമ്പിൽ പറയുന്നു, കോടിക്കണക്കിന് രൂപയുടെ സ്പിരിറ്റ് കടത്തിയാൽ 24 കാണില്ല. ആരെങ്കിലും 1 കിലോ അരി വാങ്ങാൻ വേണ്ടി 1 തുള്ളി വിറ്റ നിങ്ങൾ അപ്പോൾ കണ്ടുപിടിക്കുക. എൻ്റെ രാധാകൃഷ്ണ, നമുക്ക് അങ്ങനെ ഒരു സഹാനുഭൂതി ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമോ? സ്പിരിറ്റ് കടത്തിയാൽ അത് വാർത്തയാകും, മദ്യം കടത്തിയാലും വാർത്തയാകും. അപ്പോൾ അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വീട്ടിനുള്ളിൽ മദ്യം ഉണ്ടാക്കി വിൽക്കുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ കേരളത്തിൻ്റെ? താങ്കളത് ആലോചിക്കൂ. രാധാകൃഷ്ണൻ വല്ലാത്ത ഒരു അനുതാപമുള്ളൊരു മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ മഹാമനസ്കഥയ്ക്ക് നന്ദി.